കാട്ടിലെ ഏറ്റവും വലിയ മൃഗം എന്ന് വെച്ചാൽ നമ്മൾ പറയും ആനയാണെന്ന്. എന്നാൽ ആനയുമായി ഫൈറ്റ് ചെയ്യുന്നതിൽ സിംഹവും പുലിയും രണ്ട് വ്യത്യസ്ത രീതികളാണ് തുടരുന്നത്. ആനകളെ ആക്രമിക്കാൻ വേണ്ടി സിംഹം വരുന്നത് കൂടുതലും ചെറിയ കുട്ടി ആനകളെ ആയിരിക്കും സിംഹം എപ്പോഴും ആക്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ആനകളെ മുതിർന്ന വലിയ ആനകൾ കൂട്ടം കൂടി അവരൊരു സെൻട്രൽ പോയിന്റിലേക്കാക്കി വളഞ്ഞ് എപ്പോഴും സംരക്ഷിച്ച് നിർത്താറുണ്ട്. സിംഹങ്ങൾ വലിയ ആനകളുമായി മൽപ്പിടുത്തം പിടിക്കുന്നത് അപൂർവമാണ്. പക്ഷെ പുലികൾ അല്ലെങ്കിൽ കടുവ അവർ നേരെ തിരിച്ചാണ്. ആനകളെ അവർ കുറേ നാൾ ഫോളോ ചെയ്തായിരിക്കും അവർ ആക്രമിച്ച് കൊല്ലുന്നത്. അത് കടുവകളാണെങ്കിൽ അവർ ആനകളുടെ കാലുകളിൽ പിൻകാലുകളിൽ വരയും. അവരെ കൂർത്ത നഖം കൊണ്ട് മുറിവുണ്ടാക്കും. അപ്പോൾ ഈ ആനകളുടെ ഈ മുറിവ് നല്ല ആഴത്തിലുള്ള മുറിവായിരിക്കും ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഈ ആൾക്ക് ഇതിൻ്റെ ഈച്ചയും മറ്റ് പ്രാണികളും ഈ മുറിവിൽ വന്നിരുന്ന വല്ലാണ്ട് ശല്യപ്പെടുത്തും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ആനകൾ വെള്ളത്തിലിറങ്ങി നിൽക്കും, ഒരുപാട് സമയം വെള്ളത്തിലിറങ്ങി നിൽക്കും, അല്ലെങ്കിൽ ചെളികളിലൊക്കെ ഇറങ്ങി നിൽക്കും. ഇത് ഈ ഈച്ചകളിൽ നിന്നും മറ്റ് പ്രാണികളിൽ നിന്നൊക്കെയുള്ള ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മുറിവിൽ നിന്ന്. അപ്പോൾ ഈ മണ്ണിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ആനകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം നേരെ ചൊവ്വേ കഴിക്കാൻ കഴിയില്ല. ആനകൾക്ക് ഒരു ദിവസം ഒരുപാട് കിലോമീറ്ററുകൾ നടക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആനകൾ അത് ടയേർഡാവും. അങ്ങനെ ഈ മുറിവുണ്ടാക്കിയതിന് ശേഷം ഈ കടുവ നിരന്തരം ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവസാനം ആന ചരിഞ്ഞതിന് ശേഷം അവരെ ഭക്ഷണമാക്കുകയാണ് കടുവകളുടെ ഒരു രീതി. സിംഹമാണെങ്കിൽ അത് ആനയെ മറ്റ് നേരിട്ട് മുട്ടാറുണ്ട്. പക്ഷേ വലിയ ആനകളെ അത്രയ്ക്ക് സിംഹം ഉപദ്രവിക്കാറില്ല എന്നതാണൊരു വാസ്തവം.